ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്ന ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ നിക്കാഹിൻ ഫംഗ്ഷനാണ്. നിക്കാഹിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത് മഹാരാജാസ് ഓഡിറ്റോറിയത്തിലാണ്. ഇത് എൻ്റെയും എൻ്റെ മോളെയും മീനുട്ടിൻ്റെയും ഡ്രസ്സാണ്. ഓളെ ഡ്രസ്സ് ഞാൻ തയ്ച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയം ഞങ്ങൾ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോയി 11 മണിക്കാണ് നിക്കാഹ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. ഏതായാലും ഞങ്ങളൊരു 10:45 അവിടെ എത്തിയിട്ട് വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചു. അപ്പോൾ 2-3-4 ഐറ്റംസ് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി തരികയാണ് അവർ. അപ്പോൾ മാംഗോ ജ്യൂസാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാംഗോ ജ്യൂസാണ് ട്രൈ ചെയ്ത്. നല്ല പറഞ്ഞാൽ മതി, നല്ല അടിപൊളി സാധനം കേട്ടോ. മാംഗോ പിന്നെ വേറെ എന്തൊക്കെയോ അതിൽ കൂട്ടിക്കണം, ഞങ്ങൾ കണ്ടിട്ടില്ല. നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള സാധനം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് കഴിച്ചിട്ടോ. ഏതായാലും ഉമ്മാൻ്റെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ആദ്യം എത്തിയോണ്ട് എനിക്ക് എന്തോ ഒരു ചമ്മൽ, ഒക്കെ അറിയാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പം ഏതായാലും ഒരു വരട്ടെ വെച്ചാണ്ട് വെയിറ്റ് ചെയ്ത് നിന്ന്. അപ്പം കുട്ടിയും കൊടുത്തു. കുട്ടിക്ക് ഏതായാലും തണുപ്പ് പുല്ല് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ തണുപ്പില്ലാത്ത ജ്യൂസ് പോലും ഫ്രഷ് അടിച്ചു തന്നു. മഴ ആയതുകൊണ്ടായിരിക്കും അവർ വരാൻ വൈകുന്നത്. ഏതായാലും ഓഡിറ്റോറിയം ഫുള്ള് വിജനമായി കിടക്കുകയാണ്. ഏതായാലും ഇത് ഗുലാബ് ജാമാണ്. ഫുഡ് കഴിച്ച ശേഷം കഴിക്കല്ലേ ഗുലാബ് ജാം. ഞാൻ ഇത്രയും കാലം ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തു. പക്ഷേ ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ പെരും മധുരം, കഴിക്കാൻ കഴിയണില്ല. ഏതായാലും നമ്മളെ ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഇളച്ചനും ഇത് അനിയത്തിയാണ്, ഇതിൻ്റെ താത്തയാണ്, മീനുട്ടിൻ്റെ അടുത്ത് അഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ എത്തി. സമാധാനം എനിക്ക്. ചെക്കനും എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെക്കൻ്റെ ഉപ്പയാണ്. പിന്നെ ബാക്കിൽ കാണുന്നതിൻ്റെ അമ്മമാരും വളിയാക്കാരും അങ്ങനെയൊക്കെയാണ് എല്ലാവരും കേട്ടോ. അപ്പോൾ ഏതായാലും ഓരോ വെയിറ്റ് നിന്നാണ്ട് ഏതായാലും ഓല എത്തി. അപ്പോൾ ഓഡിറ്റോറിയം നിറച്ച ആൾക്കാരായി. ഒഴിഞ്ഞ ഓഡിറ്റോറിയമൊക്കെ ഫുള്ളായി, കാലിയൊക്കെ കഴിഞ്ഞു. ഇവർ ഡ്രസ്സൊക്കെ നോക്കണം. ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ തയ്ച്ച ഡ്രസ്സാണ്. ഇത് നമ്മളെ മണവാളൻ്റെ അനിയത്തിയാണ്. മറ്റേതൊക്കെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഞാനും ഉമ്മ ഏതായാലും അവിടെ ഇരുന്നാണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിക്കാഹിൻ്റെ ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിക്കാഹ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മളെ ചന്തക്കുന്നിലെ ജുമാ മസ്ജിദ് ഉസ്താദാണ്. ഉസ്താദ് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്ത് തന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് നിക്കാഹ് ആരംഭിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ വേണം. നിങ്ങളെ സപ്പോർട്ട് വേണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രതീക്ഷയിലാണ് ഞാൻ കേട്ടോ. ഇത് നമ്മളെ വധുവിന് കൊടുക്കാനുള്ള സ്നാക്സാണ് കേട്ടോ, മിഠായികളാണ്. ആ മീനുട്ടിക്കും അതുട്ടനും ഫോണിന് കരഞ്ഞിങ്ങാണ്ട് ഒരു നിൽക്കണം. അപ്പോൾ ഏതായാലും ഓരോ ഫോണൊക്കെ കൊടുത്ത് ഒരു മൂലക്കിൽ ഇരുത്തിയിട്ടുണ്ട്. വധു വരികയാണ്. അപ്പം നല്ല അടിപൊളി കല്യാണമാണ്. ഡാൻസും പാട്ടും ഒക്കെ നല്ലൊരു സൂപ്പർ എൻജോയ്മെൻറ്റുള്ളൊരു കല്യാണമാണ്. ആർക്കും വന്നവർക്ക് ബോറടിക്കില്ല, അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ ഏതായാലും ഈ ഡാൻസിൻ്റെ ടീംസ് എത്തിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്നാണ് അവരെത്തിയിട്ടുള്ളത്. നല്ല നല്ല കുട്ടികൾ, നല്ല അടിപൊളിയായി കളിക്കുന്നുണ്ട്, സൂപ്പറാണ്. ഫങ്ഷൻ കയ്യോളം ആ കുട്ടികൾ ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 പാട്ടൊക്കെ ചെയ്തേക്കും. പിന്നെ ഏതായാലും വധു എത്തിയിട്ടുണ്ട് നമ്മളെ വരൻ്റെ അടുത്തേക്ക്. വധു നേഴ്സാണ്, ജർമ്മനിയിലാണ് വർക്ക് ചെയ്യണത്. അതേപോലെ നമ്മളെ വരന് ഡോക്ടറാണ്. രണ്ടാൾ വിദേശത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇനി അടുത്ത ചടങ്ങ് ഞങ്ങൾ കസിൻസുകൾ മിഠായി കൊടുക്കാനുള്ളൊരു ചടങ്ങാണ്. അപ്പം ഏതായാലും അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും കൊണ്ടുപോകാതെയാണ് അതിന് സ്റ്റേജിൽ കയറി. ഞങ്ങൾ സ്റ്റേജിലെത്തിയപ്പോൾ തന്നെ മക്കളും ഉണ്ട് അതിന് ഞങ്ങളെ മുന്നിലെത്തിയിട്ടുണ്ട്. കണ്ടോ, മീനുട്ടിനെ കണ്ടില്ല ഞങ്ങൾ? മീനുട്ടി, അല്ലു, ആദും അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ഫോട്ടോസ് എടുക്കണ ഫോട്ടോഗ്രാഫേഴ്സ് പറയാണ് സ്റ്റേജിൽ നിന്ന് മാറിക്കി നിങ്ങളെ കാണുന്നുണ്ട് ഫോട്ടോസിൽ, ഒരു സൈഡിലേക്ക് നിൽക്കി എന്നിങ്ങനെ പറഞ്ഞ് ഒരു ആപ്പാടെ കുടുങ്ങിയിട്ട് ഞങ്ങൾ കയറിയിട്ട്. ഏതായാലും ഒക്കെ ഒന്ന് ഒത്ത് തീർപ്പായി. പിന്നെ ഞങ്ങൾ മിഠായി കൊടുക്കണ സമയം എത്തിട്ടോ. ഈ കറുത്ത പർദ്ദട്ട ആളാണ് നമ്മളെ വരൻ്റെ ഉമ്മ. അങ്ങനെ ഓരോ ഫാമിലി ഉണ്ട് കേട്ടോ അവിടെ തന്നെ. അപ്പോൾ ഓരോ കുറച്ച് ചെറിയ എന്തോ പരിപാടി ഉണ്ട് അവിടെ, കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഒത്തിരി നേരം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.